ആ കുളിക്കാം വരുന്നു. എന്നാ ഇത് മരുന്ന് കഴിച്ചിട്ട് പോകും. പിന്നെ നിന്നോട് കഴിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടിട്ട് പോയിട്ട് നമ്മൾ നേരത്തെ പോയേക്കാം. പോകോ കേറാൻ ഇറങ്ങാൻ. വെള്ളമൊന്നുമില്ല അതിനകത്ത്. ഇപ്പോഴേ വരുമോ? തൂട്ടത്തെങ്ങുന്നു എന്തൊരു ഇലകളാണേ. പേര് കൊണ്ടിട്ട് എല്ലാരും കൊണ്ടിടുന്നതല്ല, മരത്തേന്ന് വരുന്നു. ആ മരത്തേന്ന് വരുന്നതല്ല ഇത്. എല്ലാം മരത്തേനും വരും. മാങ്ങയുടെ മരം, തേങ്ങയുടെ മരം, മാവ്, തെങ്ങ്, പ്ലാവ്, ചക്ക, മാങ്ങ. എന്തെല്ലാമ്മ എന്തിനാണോ കാണില്ലല്ലോ. അപ്പോൾ ബാഞ്ചാറിന് ഇപ്പോൾ എഴുന്നേക്കില്ലേ? തണുപ്പല്ലേ? ആ ആരോ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങിയില്ലേ? ഇന്ന് വണ്ടിക്കൊക്കെയാണോ വരുന്നത്? നമ്മുടെ അടുത്തുള്ള സീനാക്കാവേ, സീനായുടെ കൂടെ വന്നു. ഞാൻ ഒന്നും കഴിച്ചില്ല, പിന്നെ ചായ മാത്രം കുടിച്ചുള്ളൂ. ഇപ്പോൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. കറി എന്നാന്ന് അറിയത്തില്ല. കറി കാണും, എന്തായാലും കാണും. അവന് എഴുന്നേറ്റില്ല. അയ്യച്ചു കുളിച്ചു ഇല്ല, ഒന്നും ചെയ്തില്ല, എഴുന്നേറ്റിട്ടില്ല. ആദ്യം എഴുന്നേറ്റ്, ആദ്യം മൂത്തവൻ എഴുന്നേറ്റ്, ആദ്യത്തിന് എഴുന്നേറ്റ് തുണി തേക്കുന്നു. ആദ്യം എഴുന്നേറ്റില്ല. പൊക്കോട്ടെ. ഓനെന്നാ കഴിച്ചേ? ആണോ? ഇന്നലെ എപ്പോഴാ വന്നത്? ഞാൻ ഇന്നലെ നിങ്ങളുടെ വണ്ടി വരാനൊക്കെ അതിലേ പോയത്. ഞാൻ മോനെ കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ വന്നു. ആണോ? എന്നാ പൊക്കോട്ടേടാ. നീ ഓടി കണ്ടില്ല? അന്നുണ്ട്, നമുക്കുണ്ടല്ലോ. ഇടുക്കിയിലേക്ക് ഇല്ലാത്ത. ഇടുക്കിയിലേക്ക് ഇല്ല ഇന്ന്? ഇടുക്കിയിലേക്ക് ഇന്നും ഇല്ല, ഇന്നലെ ഇല്ലായിരുന്നല്ലോ. ജയമേനയോ? വൈകിട്ട് കാണാം, വൈകിട്ട്. ആ ബസ് വരാറായി. ഓട്ടോറിക്ഷ പോട്ടെ, ഓട്ടോറിക്ഷ പോട്ടെ, ഓട്ടോറിക്ഷ പോട്ടെ. ആ അവൻ അവിടെ അങ്ങനെ കടയിൽ പോകുന്ന, കടയിൽ സാധനം കൊടുക്കാനൊക്കെ പോകും. അല്ല അവിടെ ഒന്നും പോകണ്ട, വണ്ടി വരുന്നതല്ലേ. പാല് മേടിക്ക. പാലോ? ഓടിയേ പാല് മേടിക്ക. ഒന്ന് പോയേടി. വിജയമ്മയുടെ അമ്മേനെ കടയിൽ മേടിക്കാം. പാല് കിട്ടുവോ? വാ മേടിക്കാം. പാലിപ്പം അല്ലെന്ന്, വൈകിട്ടാണ് മേടിക്കുന്നത്. ആറിന്ന് വൈകിട്ട് മേടിക്കും. ദിവസം വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്.
എന്താ നീ എന്നാ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എളുപ്പമേതാ? ഉണ്ട്. ചേട്ടൻ്റെ പരിപാടിയാണ് അപ്പോൾ. പൊങ്കാല തുടങ്ങി. രാവിലെ കുളിക്ക്. ഇവിടെ കൊണ്ട് വിട്ടിട്ട് വരട്ടെ. അനിലിൻ്റെ അടുത്ത് ഇതിനാനി അവരുടെ നാട്ടിൽ നിന്ന് ഉത്സവം കൂടാൻ വന്നവരാ. ഓക്കെ. അടച്ചിട്ടേക്കുന്നു. ആരെങ്കിലും ഉണ്ട് ചാടിപ്പോ. അല്ല പിന്നെ അത് വേറെ ആരും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഞെക്കി ഒഴിക്കുന്നതിന് കൂടുതൽ വരും. മറ്റേ അല്ലാതെ കൈകൊന്നും കിട്ടി കാതാലും കൂടി ഇടുമ്പോ നല്ല മഴ കയറിയുകൊണ്ട് നല്ല തെളിച്ചു ആകാശം. വാഗമൺ
ഇവിടെ ഇത് സെറ്റ് ചെയ്തു, ഇവിടെ ഇത് സെറ്റ് ചെയ്തു. മറ്റേതെല്ലാം ഒരുമാതിരി ആടാൻ പറ്റത്തില്ലായിരുന്നു, ഇടുങ്ങി ഇടുങ്ങി ഇരിക്കുമായിരുന്നു. വെയിലും തെളിച്ചോ, വെയിൽ നേരിട്ട്. നീ വരുന്നില്ലേ? എന്നോട് ഉത്സവം ഒന്നും കൂടാതെ മര്യാദയ്ക്ക് ഇന്ന് പഠിച്ചോണമെന്നാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. നീ എന്നിട്ട് ഇവിടെ കറങ്ങി നിന്നോ കേട്ടോ. വീട്ടിൽ വരുന്നില്ലേ? ക്യാമറ വേണോ ഓർമ്മ തന്നേക്കണോ? നീ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ നാളെ. ഞങ്ങൾ പോയതിൻ്റെ പ്രശ്നമൊന്നുമില്ല, നാരായണി പോയതല്ല. നീ വണ്ടി ഓടിക്കുമായിരുന്നെങ്കിലോ ഈ വണ്ടിക്ക് ശാമ്പ പിടിച്ചോണ്ട് വരത്തില്ലായിരുന്നു. അല്ല ഇത് എങ്ങനെയാണ് വണ്ടി ഓടിക്കാനും കുഴപ്പമില്ലായിരുന്നു. വണ്ടി എടുത്തിട്ട് തന്നെ തല വെക്കുവോ? അതാത് എല്ലാം എടുത്തോ ഞാൻ എൻ്റെ ഫോൺ? അയ്യോ ക്യാമറ. ശാമ്പവി ഇങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ മതി. എപ്പോൾ അയക്കാം? എന്നാ ശരി, ഞാൻ വിളിച്ചോളാം. എന്നാ പറ്റിയേ? എന്നാ വഴി തെറ്റിപ്പോവാണോ? ശബരിമല ഇങ്ങോട്ട് മാറ്റിയേ? അവിടെ കുറച്ച് പോലീസുകാരെ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ, അമ്മാരെല്ലാം ഇട്ടിട്ട് പോയി കാണാം. അത് എങ്ങോട്ടാണ് വിടുന്നത് ഈ വണ്ടിയില്ല?
കുമ്പളി അല്ല എരുമേലിയിൽ നിന്നും എല്ലാം തിരിച്ചു വിട്ടതായിരിക്കും ഇവരെ. കോട്ടയം ഭാഗത്തോട്ട് പോകേണ്ടവരായിരിക്കും. കാഞ്ഞിരപ്പള്ളി ബിന്ദു ബിന്ദു മാമി 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 പോന്നു. മാമി മാമി ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ആ വണ്ടി ഓക്കെ. മുണ്ടക്കത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് കട കേട്ടോ. മുണ്ടക്കത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് കട. എടുത്തിട്ടുണ്ട്. നേരെ ഇരുന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ എടുക്കട്ടെ. പത്രത്തിൽ കൊടുക്കാൻ നേരത്തെ എൻ്റെ ഫോട്ടോ വേണം. നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോ കൊടുക്കാൻ മതിയാണ്. പഴയ ഫോട്ടോ വെച്ചിരിക്കണം. വെള്ളപ്പാണ്ട് പിടിച്ച ഫോട്ടോ പത്രത്തിൽ കൊടുക്കണം. പാല് മേടിച്ചോണ്ട് പോവാ. ഞാൻ ഷെബിയുടെ അടുത്ത് വരെ പോയിട്ടില്ല. ഷെബി ആ എന്നാ വാ പോരെ. ഞാൻ ആ തേൻ കൊടുക്കാൻ പോകുന്ന. കുറച്ച് തേൻ ചെറുതേൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ചെറുതേൻ നമുക്കറിയാവുന്നൊരു പാട്ടെടുത്തുണ്ട്. ആദ്യമായിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു 1/2 കിലോ മേടിച്ച് കൊടുക്കാൻ പോവാം. കണ്ടില്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നും കാണും ഞാൻ. ഒന്നും ഇവിടെ വെച്ച് കാണും, അല്ലെ കരോട്ട് വെച്ച് കാണും. കണ്ടില്ല. ഞാൻ വരുന്ന ദിവസമൊക്കെ വീട്ടിലോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വീട്ടിൽ കയറി വരാൻ പേടി കൊണ്ടാണ്. ഞാൻ ശനിയാഴ്ച ഒക്കെ ചില ദിവസം വരുന്നുണ്ട്. പഠിത്തമില്ല. പിന്നെ ശനിയാഴ്ച മറ്റുള്ള പണിക്കൊക്കെ പോകും. എനിക്ക് നാളെയും കൂടെ ഉള്ളൂ. ഇതിലെ കൂടെ പോവോ? ആ കൊച്ചിന്റെ വീടിന്റെ തൊട്ട് മുകളിലെ കൃഷ്ണപ്രിയ. എന്നാ കൊച്ചിന്റെ പേര്? അതിന്റെ വീടിന്റെ തൊട്ട് മുകളിലെ എന്റെ അതിരിഞ്ഞ ആ കൊച്ചിന്റെ വീട് ഇരിക്കുന്നത്. വരാറായോ? നാളെ കാണാം. ശരി ശരി. ഞാൻ തിരക്കിന്ന് പറഞ്ഞേക്കാം. ആക്കറ് നോക്കുവാണേ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ലല്ലേ? ഫ്രിഡ്ജ് വെട്ടിയുടെ ആവശ്യമില്ലേ? ഫ്രിഡ്ജ് വെട്ടിയുടെ ആവശ്യമില്ലേ? ഇപ്പോൾ എടുക്കാൻ ഇനിയിപ്പം പൈസയും വേണം. പിന്നെ ഇപ്പം ബാക്കി ഇനി മേളമൊക്കെ പണിയാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇതേ വരുന്നുണ്ടോ ഉള്ള വണ്ടി? ഇത് ആശാനില ഓണാണോ? ഓണാന്ന്. ഇറങ്ങി വാ. ആ എന്ത് പൊന്നേ. എന്തോ ഹലോ
അത് നന്നായി. അല്ല വർത്തമാനം പറഞ്ഞത് മനസ്സിലായി. അല്ല ചേച്ചി ഏത് ചേച്ചി? നിന്റെ ചേച്ചിയൊന്നും എനിക്കറിയില്ല. ചേച്ചി എവിടെയായിരുന്നു? നിന്റെ ചേച്ചിയുടെ നിന്റെ പൊന്നു ചേച്ചി ചേച്ചിയൊക്കെ തന്നെ എനിക്ക് ഇതൊക്കെ ഇടാൻ അറിയുമോ? നമ്മുടെ പൊന്നു എന്നാ നമ്മുടെ പൊന്നു. ഓ ഇന്നെന്നാ പച്ച ഷൂ ഇട്ടേ? ഊരണ്ട ഊരല്ലേ ബാ. ഇന്നെ പച്ച ഷൂ ഇട്ടേ? കൊച്ചിയുടെ മുന്നേ വരാൻ മേലായിരുന്നു. ഒന്നും ഇവിടെ നേരത്തെ വന്നേ വിളിച്ചു പറഞ്ഞു നേരത്തെ വരുമെന്ന്. ആ ഞാൻ പറഞ്ഞ നമ്മളെവിടെയും പോയിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് വരും, നേരത്തെ വരും. അല്ലാതെ ഇപ്പോൾ താമസിക്കും. ഇതെന്നാ അവിടെ കാണിക്കുന്നേ? നീ അങ്ങ് പോക്കോ, അവളെ അവിടെ നോട്ടെ. വേണ്ട. നീ പോക്കോ. കൈ പിടിച്ചു. ഇത് ആരോ നോക്കാം. പൊന്നാമ്പൽ ഇവിടെ പോയി. ലിഫ്റ്റിക്കൊക്കെ ഇട്ട് പോകുന്ന പോക്കുണ്ടോ? നമ്മളെ ഉത്സവപ്പറമ്പിന്ന് മേടിച്ചു. ഉപ്പാവ് ഇന്ന് ഉപ്പുമാവാന്ന് വെച്ചാൽ അതെന്താ? പഴം ആ അതേ വരുന്നു. പാല് ബാ എടി വാടി. ഇവിടെ ഞാൻ ഇന്ന് വലിച്ചോണ്ട് പോകുമല്ലോ. മടയോടെ മടയാ. വീട്ടിൽ പോക്കെ. അതല്ല പിന്നെ എന്താ കഴിച്ചത് പറയാ. ഒന്നും പറയണ്ട, പറഞ്ഞ അടിക്ക് ഞാൻ ഇറുക്കിൽ എടുക്കട്ടെ. പോകാം അങ്ങോട്ടോ. കരഞ്ഞിട്ടുണ്ട്, അതിന് വേറെ അടിയാ. ഓ വടി എടുക്കും ഞാൻ. അവര് വന്നോട്ടെ. ഹായ്. എന്നാടി ആക്രി പെറുക്കുന്നവര്? എന്നാടി ബാ നീ ഇടിക്കും ഞാൻ. വീട്ടിൽ പോ. വടി എടുക്കണോ? അമ്മയുടെ കൂടെ വെക്കണോ? വേണ്ട, അച്ഛൻ്റെ കൂടെ പോയാൽ മതി. നടക്കടി, മുമ്പോട്ട് നോക്കി നടക്കടി. അടി അങ്ങോട്ട് നോക്കിയാ. കൂടെ ചോറുണ്ടോ? നിന്നെ വിടുന്നു. ഇനിയാണല്ലോ മറന്നുപോയി അവള് ഉച്ചക്ക്. ചോറിനോന്ന് ചോദിച്ചാൽ മിണ്ടരുത്. ഇനി ആരും ചോറിനോന്ന് ചോദിച്ചാൽ മിണ്ടരുത്. ഉച്ചക്ക് കൊണ്ട് മറന്നുപോയത്. ചോറുണ്ടോ? സാമ്പാർ തോരൻ. എന്റെ സ്കൂളിൽ അതായിരുന്നു നമുക്ക് ഈ അംഗൻവാടി വഴി അതിന് എഴുതി കൊടുക്കണം. അവലൊന്നും കൊടുക്കുന്നില്ല. ഇവക്ക് വല്ലപ്പോഴും ഓരോ ബാക്കിയുടെ ഞുറുക്കുവതും വരും. പടത്തിന് വാങ്ങിയതാ. നീ പോണ്ട, നീ ഇന്ന് പോണ്ട. നിന്നെ നീ പോകണ്ട കൂടെ. നീ ഭയങ്കര ചോദ്യം. പയ്യെ പോയാൽ മതി. ഓ റിവേഴ്സാ. നീ എന്നതിന് ഇതെല്ലാം കൂടെ എടുത്തിട്ട് നീ ഇവരെ കടവെല്ലാം തുടങ്ങാൻ പോകുന്നുണ്ടോ? ഉണ്ടാക്കി കൊടുക്കാമല്ലോ തീരുമാനമുണ്ടോ? ഇങ്ങനെ സംഭവമൊക്കെ അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. ഇങ്ങനെ ചോദ്യം
എടി 1 2 3 പറഞ്ഞേടി. പഠിത്തം ചോദിക്കുന്നു. 1 2 3 പറഞ്ഞോ. 1 2 3 1 2 3 എത്ര പറഞ്ഞു? 1 2 3 പിന്നെ ചേച്ചി എന്താ പിടിച്ചേ? നീ നിന്റെ കാര്യം പറ. അനിച്ച ചേച്ചി എന്താ പിടിച്ചേ? പറയടി. പറ ചേച്ചി. ഇതെന്നാ പിടിച്ച ശാംഭവി? ചേച്ചി എന്താ പിടിച്ചേ? ABC പഠിച്ചോ? ഞാനെല്ലാം പഠിച്ചു. അവളെല്ലാം പഠിച്ച്. എന്താ പഠിച്ചേ? അവളെല്ലാം പഠിച്ച്. ഇംഗ്ലീഷ്. പടം കണ്ടോ? ഏതാ? ആരോട്? ഈ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഇവക്ക് ഭയങ്കര ക്രമേടി. വല്ല കല്യാണത്തിനും ഒക്കെ കൊണ്ടുപോകണം. തീർന്നു. വീട്ടിലെ ശങ്കരൻ തമ്പി. പിന്നെ ഇവിടെ നോക്കാൻ തന്നെ ഒരാൾ വേണം. അമ്മ പഠിപ്പിച്ചൊക്കെ ശങ്കരൻ തമ്പിയോ? അയ്യോ അതാണ്. ശങ്കരൻ തമ്പിയോ? ഇപ്പൊ ഇതൊക്കെ സ്പ്രേ ഇച്ചിരി കൂടുതലാണ്. പിന്നെ കുളിച്ച ഉടനെ മുടി നീങ്ങും പോകുന്നു. പൊട്ട് കൊടുത്തില്ല, കണ്ണെടുത്തില്ല. വള വേണ്ട, വള വേണ്ട, ഒന്നും ഇഷ്ടമല്ല. മാറ്റങ്ങളുണ്ടല്ലേ? പിന്നെ അതൊക്കെ ഉണ്ട്. എവിടാ? മറ്റേതിൽ വെള്ളം തരുന്നുണ്ടോ ചേച്ചി? ഇപ്പം ആഴ്ച 2 ദിവസമേ ഉള്ളൂ. പഴയ പൈപ്പ് കിടന്നത് പോലെ തന്നെ. അന്നേരം നല്ലപോലെ കിട്ടുന്നുണ്ടോ ആ സമയത്ത്? ആ അതായത് ശാന്തവും അവരൊന്നും ഇല്ലാത്തത് കൊണ്ട്. ശാന്തവും ഇല്ല, വിജയമന്തി അതുകൊണ്ട് ആ വെള്ളങ്ങൾ ഇങ്ങോട്ട് നമുക്ക് കിട്ടും. അവിടെ എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ ആദ്യത്തെ ചെറുപ്പ് വരുമല്ലോ. വരാൻ സാധ്യത കുറവാണ്. വന്നാ എടുക്കും. വരുമോന്ന് അറിയത്തില്ല. വന്നാ എടുക്കും അല്ലേ? എടുത്തിരിക്കുന്ന പൈപ്പ് ആണോ? ഉപയോഗിക്കുന്നില്ല. അല്ല, നമുക്കൊന്നും തികയല്ലേ വെള്ളം. പിന്നെ കാരണം പ്രായം നമുക്ക് മുന്നോട്ടോ പഴയതുപോലെ ഓടിപ്പോയി കൊണ്ടുവരാനുള്ള ആക്കൊന്നുമില്ല. അവൾക്കും തികയത്തില്ല. അല്ല പിന്നെ അവൻ മാത്രമാണ് താമസിക്കാൻ പറ്റില്ലെങ്കിൽ. ഇപ്പൊ ഈ നിറഞ്ഞു കിടക്കുന്നോണ്ടേ നമ്മൾ പണ്ടത്തെ പോലെ ലാവിഷായിട്ട് കുടിക്കും. മറ്റേ ഷൂ ചെരിഞ്ഞു പോകുന്നത്. ഈ ഷൂ കിട്ടുന്നു. അവൻ കൂട് തകർക്കാൻ ശ്രമിക്കുക. കണ്ടോ? മേളിൽ കൂടെ ഇറങ്ങാന്ന് ഓർത്താ. ഓടിക്കോ. ബ്രെഡൊക്കെ ഇഷ്ടമാണ്. ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞ ബ്രെഡിന് മധുരം ഇല്ലായിരുന്നു. ഷുഗർകാർ കഴിക്കുന്ന ബ്രെഡായിരുന്നു. മധുരമുള്ള ബ്രെഡൊക്കെ മതി. ബ്രെഡ്, ഏത്തയ്ക്ക, ഉഴുന്നോള ഇതൊക്കെ മതി. വീട്ടിലെ ചക്കയോ? പ്ലാവ് എവിടെ? വീട്ടിലെ പ്ലാവ്. പ്ലാവ് ഏതാ നീ പറ. തൊട്ട് കാണിക്കും. പ്ലാവല കാണിക്കോ? പ്ലാവല എനിക്കിഷ്ടം വീട്ടിലെ ചക്ക. വീട്ടിലെ ചക്ക നേരെ ഇവിടെ പോയിട്ടാ തോത്താ. ചക്ക പ്ലാവിന് നീയൊക്കെ തൂക്കാഞ്ഞിട്ട് കണ്ടോ? ആരാണ്ടൊക്കെ വന്ന് തൂത്തിട്ട് പോകും ഇവിടെ. പിന്നെ വിളിച്ചാൽ പോലും വരികയല്ല. അപ്പോഴാണ് വിളിക്കാൻ വരുന്നത്. കുടം വരുമോ? അകത്ത് കയറിപ്പോയി ഊരാൻ. എടി അകത്ത് പോയി ഊരാൻ. എടി നിനക്ക് എല്ലാ ദിവസവും പറഞ്ഞു തരണോ ഇത്? കയറിപ്പോടി. ഷൂ അവിടെ നോട്ടെ, ഞാൻ എടുത്ത് വെച്ചോളാം.
അതിനകത്ത് വെച്ചു മടി വെക്ക മതി വെക്കാതെ പൊന്ന ഇങ്ങനെ അമ്മ എടുത്ത് വെച്ചട്ടെ ഷൂവിനകത്തല്ല വെക്കുന്നത് ഇങ്ങനെ തോർത്ത് ഇടുന്നെ. വാ. കേറിപ്പോ ഉള്ള പോങ്ക അയ്യോ വെള്ളം കൊടുത്തില്ല. വെള്ളം ഉള്ള പോ തങ്ക പയ്യേ എന്താ പേസാ? പൊങ്കാല പായസം ഇവിടുന്ന് ശ്യാമളയാൻ്റെ അമ്പലത്തിൽ ഉണ്ടാക്കിയതാടി